ഹലോ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു എജുമാസ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ എജുമാസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 6th സെമ്മിലെ ഇൻകം ടാക്സ് ആൻഡ് GST എന്ന പേപ്പറാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പേ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ മുമ്പെയുള്ള ക്ലാസ്സുകളുടെ എല്ലാം ലിങ്കുകൾ ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അവിടെ പോയിട്ട് അത് കാണാവുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നോട്ട്സ് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 3 GSTയുടെ പാർട്ടിലെ മൊഡ്യൂൾ 3 അതിലെ യൂണിറ്റ് 2 സെക്കൻഡ് പാർട്ടാണ്. അതോടുകൂടെ യൂണിറ്റ് 2 അവസാനിക്കുന്നു. ഇതിൽ അതിൻ്റെ ലാസ്റ്റ് പാർട്ടാണ്. ഓക്കെ, അപ്പോൾ കൂടുതൽ പറയുന്നില്ല, ഇനി നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഇതിൽ മനസ്സിലാക്കാനുള്ളത് കോമ്പോസിഷൻ ലെവി എന്നൊരു സ്കീമുണ്ട്, അതെന്താണെന്നുള്ളതും പിന്നെ GSTയുടെ ടാക്സ് സ്ട്രക്ചറാണ്, അത് ഏറെക്കുറെ അറിയായിരിക്കും. പിന്നെ GST കൗൺസിൽ അവരുടെ ഫങ്ഷൻസ് എന്താണെന്നുള്ളതും പിന്നെ HSN ആൻഡ് SAC എന്ന് പറയുന്ന ഈ ഒരു 3 കാര്യങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതുമാണ്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം വാട്ട് ഇസ് ദ കോമ്പോസിഷൻ ലെവി അണ്ടർ GST. കോമ്പോസിഷൻ ലെവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ആൻ ആൾട്ടർനേറ്റീവ് മെത്തഡ് ഓഫ് ലെവി ഓഫ് ടാക്സ് ഡിസൈൻഡ് ഫോർ സ്മോൾ ടാക്സ് പേയേഴ്സ്. അതായത് ചെറിയ തരത്തിലുള്ള കച്ചവടക്കാരുണ്ടായിരിക്കും. വലിയ വലിയ കമ്പനികൾക്ക് കുഴപ്പമില്ല, അവർക്ക് GSTയുടെ എല്ലാ പ്രൊവിഷൻസും അത് കംപ്ലൈ ചെയ്യാൻ അവരെ കൊണ്ട് പറ്റും, അതിനുള്ള സാമ്പത്തിക സ്ഥിതിയും അതിനുള്ള മറ്റ് സംവിധാനങ്ങളും അവർക്കുണ്ടായിരിക്കും. പക്ഷേ ചെറിയ തരത്തിലുള്ള കച്ചവട സ്ഥാപനങ്ങൾക്ക് അവരെ സംബന്ധിച്ചോളം ആ ഒരു സ്കീം അതുപോലെ അഡാപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ഒരു കോമ്പോസിഷൻ ലെവി എന്ന് പറയുന്ന സ്കീം ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ സ്മോൾ ടാക്സ് പേയേഴ്സിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. അവരുടെ ടേൺ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൂസ് ടേൺ ഓവർ ഈസ് അപ് ടു ₹1.5 crore, 1.5 കോടി വരെ ടേൺ ഓവർ ഉള്ള തരത്തിലുള്ള ചെറിയ ടാക്സ് സ്ഥാപനങ്ങളാണ്. ഓക്കെ, അല്ലെങ്കിൽ ടാക്സ് പേയേഴ്സ് ആണ്. പിന്നെ അതിൽ ചെറിയൊരു എക്സംഷൻ ഉള്ളത്, ഈ 1.5 കോടി എന്നുള്ളത് 75 lakh എന്നാണ് ലിമിറ്റ് വരുന്നത്. എവിടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളെ പേരുകളൂടെ കൊടുത്തിട്ടുണ്ട്. അരുണാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, മണിപ്പൂർ തുടങ്ങി ത്രിപുര വരെയുള്ള ചില സ്റ്റേറ്റുകളുണ്ട്. ഇത്തരം സ്റ്റേറ്റുകളുടെ കേസിൽ ഈ 1.5 കോടി എന്നുള്ളത് ഇത് 75 ആണ്. ഓക്കെ, 75 lakh. ഇനി ഈ സ്കീമിന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ് ടു ബ്രിങ് സിംപ്ലിസിറ്റി ആൻഡ് ടു റെഡ്യൂസ് ദ കംപ്ലയൻസ് കോസ്റ്റ് ഫോർ ദ സ്മോൾ ടാക്സ് പേയേഴ്സ്. അതായത് ഈ ടാക്സ് അത് സിംപ്ലിസിറ്റി കൊണ്ടുവരിക, അത് വളരെ ലളിതമായിട്ടുള്ള ഒരു രീതി. അതുപോലെ തന്നെ റെഡ്യൂസ് ദ കംപ്ലയൻസ് കോസ്റ്റ് ഫോർ സ്മോൾ ടാക്സ് പേയേഴ്സ്, ചെറിയ തരത്തിലുള്ള ടാക്സ് പേയേഴ്സിന് ഇതിൻ്റെ കംപ്ലയൻസ് കോസ്റ്റ് കുറയ്ക്കുക, അവർക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടാക്സ് സംവിധാനം അവർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് ഈ ഒരു സ്കീമിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇനി എ ടാക്സബിൾ പേഴ്സൺ ഹു ഓപ്റ്റ് കോമ്പോസിഷൻ സ്കീം ഈസ് നോട്ട് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ഡീറ്റെയിൽഡ് റെക്കോർഡ്സ് ആൻഡ് ഫയലിംഗ് ഓഫ് ഡീറ്റെയിൽ റിട്ടേൺസ്. ഇനി ഈ ഒരു സ്കീം ഓപ്റ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ, ഈ ഒരു സ്കീം ഓപ്റ്റ് ചെയ്യുന്ന ഒരു കച്ചവടക്കാരനാണ് അല്ലെങ്കിൽ ഒരു ടാക്സ് പെയർ ആണ് എങ്കിൽ അദ്ദേഹത്തിന് ഡീറ്റെയിൽഡ് റെക്കോർഡൊന്നും മെയിൻറ്റെയിൻ ചെയ്യേണ്ട, അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് റിട്ടേണും ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. സാധാരണഗതിയിൽ മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ കുറേ റിലാക്സേഷൻ കിട്ടും ഈ ഒരു സ്കീം അഡോപ്റ്റ് ചെയ്താൽ. ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ആർക്കാണ്? സ്മോൾ ടാക്സ് പേയേഴ്സിനാണ്. അവരുടെ ടേൺ ഓവറിൻ്റെ ത്രഷോൾഡ് നമ്മൾ പറഞ്ഞു 1.5 crore ആണ്. ഇനി നമുക്ക് അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ നോക്കാം. ആസ് പെർ ദി CGST അമെൻമെന്റ് ആക്ട് 2018 CGST അമെൻമെന്റ് ആക്ട് പ്രകാരം എ കോമ്പോസിഷൻ ഡീലർ ക്യാൻ ഓൾസോ സപ്ലൈ സർവീസസ്. ഒരു കോമ്പോസിഷൻ ഡീലർക്ക് എന്തും കൂടെ സപ്ലൈ ചെയ്യാം, സർവീസും സപ്ലൈ ചെയ്യാം. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഗുഡ്സിന്റെ കേസാണ്. ഇപ്പോൾ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന ഒരാൾക്ക് സർവീസും സപ്ലൈ ചെയ്യാം. എത്രത്തോളം? അയാളുടെ ടേൺ ഓവറിന്റെ 10% സർവീസും സപ്ലൈ ചെയ്യാം. ഓർ 5 lakh അല്ലെങ്കിൽ 5 ലക്ഷം, വിച്ച് എവർ ഈസ് ഹയർ. ഇതിലേതാണോ മാക്സിമം എങ്കിൽ അത്രത്തോളം ചെയ്യാവുന്നതാണ്. ഈ അമെൻമെന്റ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് 1 February 2019 മുതലാണ്. ഇനി അതോടൊപ്പം തന്നെ എ സിംപ്ലിഫൈഡ് സ്കീം ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് വിത്ത് എഫക്റ്റ് ഫ്രം 1/4/2019. 1/4/2019 മുതൽ മറ്റൊരു സ്കീം ഗവൺമെന്റ് പുതുതായിട്ടുള്ള ഒരു അമെൻമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഫോർ സ്മോൾ സർവീസ് പ്രൊവൈഡേഴ്സ്, ചെറിയ രീതിയിലുള്ള സർവീസ് പ്രൊവൈഡേഴ്സിനാണ്. അതുപോലെ തന്നെ മിക്സഡ് സപ്ലയേഴ്സിന്. മിക്സഡ് സപ്ലയേഴ്സ് എന്ന് പറയുമ്പോൾ രണ്ടും ചെയ്യുന്നതാണ്, ഗുഡ്സും അതുപോലെ തന്നെ സർവീസസും. ഹൂസ് സപ്ലൈ എക്സീഡിംഗ് 10% ഓഫ് ടേൺ ഓവർ വിതിൻ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി. ആ സ്റ്റേറ്റിനകത്ത് അല്ലെങ്കിൽ അവർ ഓപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു യൂണിയൻ ടെറിട്ടറിക്കകത്ത് അവരുടെ ടേൺ ഓവറിന്റെ 10% കൂടുതൽ അവർ ഈ മിക്സഡ് സപ്ലൈ ചെയ്യുന്നു. അത്തരം കേസിലും പറഞ്ഞു വന്നത് ഫോർ സ്മോൾ സർവീസ് പ്രൊവൈഡേഴ്സ് ഹൂസ് അഗ്രഗേറ്റ് ടേൺ ഓവർ ഡ്യൂറിംഗ് പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയർ ഡിഡ് നോട്ട് എക്സീഡ് ₹50 lakh. 50 ലക്ഷത്തിൽ കവിയാത്ത ടേൺ ഓവർ പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയറിൽ വന്നിട്ടുള്ള തരത്തിലുള്ള
സ്മോൾ സർവീസ് പ്രൊവൈഡേഴ്സിന് വേണ്ടിയിട്ട് പുതിയൊരു സ്കീമും ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അതിൻ്റെ ആ നോട്ടിഫിക്കേഷൻ നമ്പറും ഡേറ്റും കാര്യങ്ങളൊക്കെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ട് റെഫറൻസ് പർപ്പസിന് വേണ്ടി നമുക്കത് ഉപയോഗപ്പെടുത്താം. ഇതാണ് ഇതിനെ പറ്റിയിട്ട് ആമുഖമായിട്ട് മനസ്സിലാക്കാനുള്ളത് ഈ ഒരു കോമ്പോസിഷൻ സ്കീം. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് ആണ്. വാട്ട് ആർ ദ കീ ഫീച്ചേഴ്സ് ഓഫ് കോമ്പോസിഷൻ സ്കീം? ഫസ്റ്റ് വൺ ഈസ് എലിജിബിലിറ്റി. ഹൂ ആർ എലിജിബിൾ? turnover, those whose turnover is less than 1.5 crore. നമ്മൾ മനസ്സിലാക്കി 1.5 കോടിയിൽ കുറവ് ടേൺ ഓവർ ഉള്ളത് അല്ലെങ്കിൽ 75 ലക്ഷം, ആ സ്പെസിഫൈഡ് സ്റ്റേറ്റിന്റെ കേസിൽ 75 ലക്ഷം, അവരാണ് ഇതിൽ എലിജിബിൾ ആയിട്ടുള്ളത്. രണ്ടാമത്തെ സവിശേഷത ഇതിന്റെ ടാക്സ് റേറ്റ് ആണ്. ഇതിന്റെ ടാക്സ് റേറ്റ് ഒരു ഫിക്സഡ് റേറ്റ് ആണ് ഓൺ ദ ടോട്ടൽ സെയിൽസ് ടേൺ ഓവർ. അവരുടെ മൊത്തം സെയിൽസ് ടേൺ ഓവർ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ ഒരു ഫിക്സഡ് അതിന്റെ പുറത്തൊരു ഫിക്സഡ് റേറ്റ് ആയിട്ടാണ് ടാക്സ് റേറ്റ് വരുന്നത്. മൂന്നാമത്തത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആണ്. ഇവർക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന് ഇവർ എലിജിബിൾ അല്ല. ഓക്കെ, അതൊരു ഒരു ലിമിറ്റേഷനും കൂടെയാണ്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇവർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റൂല എന്നർത്ഥം. നാലാമത്തത് പ്ലേസ് ഓഫ് സപ്ലൈ. ഇന്റർസ്റ്റേറ്റ് ആണ് അവരുടെ പ്ലേസ് ഓഫ് സപ്ലൈ. ഇന്റർസ്റ്റേറ്റ് കേസാണ് വരുന്നത്. പിന്നെ റിട്ടേൺ ആണ്. അവർ റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ടത് ക്വാർട്ടർലി ആണ്. അവർ റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ടത് 3 മാസത്തിൽ. എല്ലാ മാസം ചെയ്യേണ്ട ആവശ്യം അവർക്കില്ല. പിന്നെ ബില്ലിംഗ് ആണ്. ഇഷ്യൂ ബിൽസ് ഓഫ് സപ്ലൈ ആൻഡ് നോട്ട് ഇൻവോയ്സ്. അവർക്ക് ഇൻവോയ്സ് ആവശ്യമില്ല, ബിൽ ഓഫ് സപ്ലൈ ഇഷ്യൂ ചെയ്താൽ മതി. അതൊക്കെയാണ് ഈ ഒരു കോമ്പോസിഷൻ സ്കീമിന്റെ ചില പ്രധാനപ്പെട്ട സവിശേഷതകൾ. ഇനി അതിന്റെ റേറ്റ് നോക്കാം. കോമ്പോസിഷൻ റേറ്റ് ഓഫ് ടാക്സ്. അപ്പോൾ ഇതിൽ 2-3 റേറ്റുകൾ കൊടുത്തിട്ടുണ്ട്. പ്രധാനപ്പെട്ടത് കാറ്റഗറി ഓഫ് രജിസ്റ്റേർഡ് പേഴ്സൺ, ഏത് തരത്തിലുള്ളതാണ്. അപ്പോൾ അതിൽ മാനുഫാക്ചേഴ്സ് അതർ ദാൻ മാനുഫാക്ചേഴ്സ് ഓഫ് സച്ച് ഗുഡ്സ് ആസ് മേ ബി നോട്ടിഫൈഡ് ബൈ ദ ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്യാത്ത തരത്തിലുള്ള, അതിൽ പെടാത്ത തരത്തിലുള്ള മാനുഫാക്ചറേഴ്സ് ആണെങ്കിൽ CGST അതുപോലെ SGST റേറ്റ് കൊടുത്തിട്ടുണ്ട്. 0.5%ഉം 0.5%. ടോട്ടൽ ഉള്ളത് 1% ആണ്. പിന്നെയുള്ളത് റെസ്റ്റോറൻറ്റ് സർവീസസ് ആൻഡ് ഔട്ട്ഡോർ കാറ്ററിംഗ് സർവീസസ് ആണ്. ഓക്കെ, അത് ആൽക്കഹോൾ സെർവ് ചെയ്യാത്ത തരത്തിലുള്ള സർവീസസ് ആണ് അതിൽ ഉൾപ്പെടുന്നത്. അവരാണെങ്കിൽ 5% ആണ് ടോട്ടൽ വരുന്നത്. 2.5 ഈച്ച്. പിന്നെ ഇനി അതർ സപ്ലയർ എലിജിബിൾ ഫോർ കോമ്പോസിഷൻ ലെവി. അപ്പോൾ സെക്ഷൻ 10 പ്രകാരം എലിജിബിൾ ആയിട്ടുള്ള മറ്റേതൊരു കോമ്പോസിഷൻ ലെവി അല്ലെങ്കിൽ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്തിട്ടുള്ള സപ്ലയർ ആണെങ്കിലും അവർക്ക് 1% ആണ് വരുന്നത്, 0.5 വെച്ചിട്ട്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് മനസ്സിലാക്കാനുള്ളത് ഇതിന്റെ ബെനിഫിറ്റ്സ് ആണ്. ഈ ഒരു കോമ്പോസിഷൻ സ്കീം അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള, ഇത് ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് ഒന്ന്, നോ റിക്വയർമെന്റ്സ് ടു മെയിൻറ്റെയിൻ റെക്കോർഡ്സ്. ഡീറ്റെയിൽ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമ്മൾ നേരത്തെ മനസ്സിലാക്കി. പിന്നെ ഹാസൽ ഫ്രീ പേയ്മെന്റ് ഓഫ് ടാക്സ് അറ്റ് സിംഗിൾ റേറ്റ്. ടാക്സ് വളരെ ലളിതമായിക്കൊണ്ട് തന്നെ ഒരു സിംഗിൾ റേറ്റിൽ ടാക്സ് അടക്കാവുന്നതാണ്. മൂന്നാമത്തെ ഗ്രേറ്റ് റിലീഫ് ടു ഗ്രോയിങ് സ്മോൾ ഡീലേഴ്സ്. ചെറുകിട ഡീലേഴ്സിന് വളരെയധികം ആശ്വാസകരമായിട്ടുള്ള ഒരു പദ്ധതിയാണിത്. പിന്നെ അതിന്റെ ലിമിറ്റേഷൻസ് ആണ് ഇവിടെ ഒന്ന്, നോ ക്രെഡിറ്റ് ഓഫ് ഇൻപുട്ട് ടാക്സ്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ നേരത്തെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്താണെന്നൊക്കെ പറഞ്ഞതാണ്, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവർക്ക് ഇത് ചെയ്യാൻ പറ്റാത്ത കാരണം നോ. പിന്നെയുള്ളത് അവർക്ക് മൂന്നാമത്തെ പോയിന്റ് നോക്കിയാൽ കനോട്ട് ചാർജ് ടാക്സ് ഫ്രം ദെയർ കസ്റ്റമേഴ്സ്. അവരുടെ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് ടാക്സ് അവർക്ക് കളക്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ടാക്സ് ഇൻപുട്ട് ടാക്സും അത് വെച്ചുകൊണ്ട് അഡ്ജസ്റ്റ്മെന്റ് നടക്കൂല എന്നർത്ഥം. പിന്നെ രണ്ടാമത്തെ കാര്യം, നോ ഇന്റർ സ്റ്റേറ്റ് ബിസിനസ്. ഇന്റർസ്റ്റേറ്റ് ബിസിനസ് ഇല്ല കേട്ടോ. അവർ സ്റ്റേറ്റിനകത്താണ്. നേരത്തെ ഒരു സെന്റൻസിൽ അത് ഇന്റർസ്റ്റേറ്റ് കണ്ടതായിട്ട് തോന്നുന്നു. ഇന്റർസ്റ്റേറ്റ് അല്ല, ഇൻട്രാസ്റ്റേറ്റ് ആണ് അവർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നോ ഇന്റർസ്റ്റേറ്റ് ബിസിനസ്. പിന്നെ നാലാമത്തത് പേ ടാക്സ് ഫ്രം ഓൺ പോക്കറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ സ്വന്തം പോക്കറ്റിൽ നിന്ന് ടാക്സ് എടുത്ത് അടയ്ക്കേണ്ടി വരും. അതായത് അവർ അടക്കുന്ന ടാക്സ് അവർക്ക് റീഇംബേഴ്സ് ചെയ്യാൻ പറ്റൂല. ഏതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല? കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ടാക്സുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല. കാരണം അവർക്ക് കളക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ എത്രയാണോ ടാക്സ് അടക്കുന്നതെങ്കിൽ ആ ടാക്സ് അവർക്ക് ഔട്ട് ഓഫ് പോക്കറ്റ് ആയിരിക്കും എന്നുള്ളതാണ്. അവർക്ക് പോകുന്നത് തിരിച്ചു കിട്ടുന്നില്ല, അത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നർത്ഥം. ഇനി GST ടാക്സ് സ്ട്രക്ചറാണ്. അപ്പോൾ GST കൗൺസിലിന്റെ തീരുമാനപ്രകാരം ഒരു 4 തരത്തിലുള്ള സ്ട്രക്ചറാണ് നമുക്കുള്ളത്. അതിൽ 0 റേറ്റ് നേരത്തെ നമ്മൾ മനസ്സിലാക്കി. 5, 12, 18, 28. ഇപ്പോൾ 2 ബോക്സ് കൂടെ കാണാം. അപ്പോൾ അതിൽ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് റീസെൻ്റ്ലി അപ്ഡേറ്റഡ് GST സ്ലാബ് റേറ്റ്സ് കാണാം. അപ്പോൾ അതിൽ 5% മുതൽ 28% വരെയാണ്. അത് ഏത് തരം ഗുഡ്സിനാണ്, ഏത് തരം സർവീസാണ് അതിൽ പോപ്പുലറായിട്ട് വരുന്നതെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വായിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ പോപ്പുലർ ഗുഡ്സ് ഇപ്പോൾ 5% GST റേറ്റ് വരുന്ന സാധനങ്ങൾ ഫ്രോസൺ ആയിട്ടുള്ള വെജിറ്റബിൾസ്, ഫെർട്ടിലൈസേഴ്സ്, സ്പൈസസ്, പ്ലാസ്റ്റിക് വേസ്റ്റ്. പിന്നെ പോപ്പുലർ സർവീസ് കാറ്റഗറിയിലാണെങ്കിൽ ന്യൂസ് പേപ്പർ പ്രിന്റിങ്, ടേക്ക് അവേ ഫുഡ്, റെസ്റ്റോറൻറ്റ്, അവിടെയൊക്കെ 5% വരുന്നു.
ഓക്കെ, അങ്ങനെ ഓരോരോ കാര്യങ്ങളും അവിടെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അവിടെ ലാസ്റ്റ് കാണാം സൺസ്ക്രീന്, മോട്ടോർ സൈക്കിള്, പാൻ മസാല, കാറ്, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് സിൻഫുൾ പ്രോഡക്ട്സും. സിൻഫുൾ പാൻ മസാല എന്ന് പറയുമ്പോൾ സിൻഫുൾ എന്ന് പറയും. സിൻഫുൾ എന്ന് പറയുമ്പോൾ ആൽക്കഹോൾ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ സിൻഫുൾ പ്രോഡക്ട്സ് എന്നുള്ള വിഭാഗത്തിൽ വരുന്നതാണ്. അതൊന്നും ആളുകൾ യൂസ് ചെയ്യുന്നത് പ്രൊമോട്ട് ചെയ്യുന്നില്ലല്ലോ ആരും. അതുപോലെ തന്നെ ലക്ഷറി ആയിട്ടുള്ള മോട്ടോർ സൈക്കിള്, കാറ്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വരും. അതിനൊക്കെ ഉള്ളത് 28% ആണ്. അപ്പോൾ മാക്സിമം 28ഉം അവിടെ മിനിമം വരുന്നത് 5ഉം ആണ്. പിന്നെ ഇതിൽ പെടാത്തത് ഉണ്ട്, അത് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ കാണാം. സീറോ റേറ്റ് ഉണ്ട്. അതായത് സീറോ റേറ്റ് ടാക്സ് ഈസ് ഇൻ is an ill tax that is applied on goods and services. Zero rated items include അതിൽ ഏതൊക്കെ വരിക? മിൽക്ക്, എഗ്, കട്ട്, അൺപാക്ക്ഡ് ഫുഡ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സീറോ റേറ്റഡ് ആണ്. അതുപോലെ തന്നെ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷണൽ സർവീസസ്. പിന്നെ ഉള്ളത് ആ റേറ്റുകൾ നമുക്ക് ലോവർ റേറ്റ് എന്ന് പറയാം. ലോവർ റേറ്റ് 5% ആണ്, അത് നമ്മളിവിടെ കണ്ടു. പിന്നെ സ്റ്റാൻഡേർഡ് റേറ്റ് ആണ്. സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that have been finalized by the GST Council 12 and 18. അതാണ് ഒരു സ്റ്റാൻഡേർഡ് റേറ്റ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്നത്. പിന്നെ ഒരു ഹയർ റേറ്റ് ആണ് വരിക. ഹയർ റേറ്റ് പറയുമ്പോൾ 28. അത് വൈറ്റ് ഗുഡ്സിൻ്റെ പുറത്താണ് ചാർജ് ചെയ്യുന്നത്. അത് വാഷിംഗ് മെഷീന്, അതുപോലെ ഹൈ എൻഡ് മോട്ടോർ സൈക്കിള്, എയർ കണ്ടീഷണേഴ്സ്, റെഫ്രിജറേറ്റേഴ്സ്, അങ്ങനെയുള്ളതിനെല്ലാം തന്നെ 28 ആണ് കാണിക്കുന്നത്. ഓക്കെ, 28 ആണ് വരുന്നത് ആക്ച്വലി. അപ്പോൾ ഇത്രയാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അതൊന്ന് ഓടിച്ച് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഉള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക് വരുന്ന ഇതാണ് GST കൗൺസിൽ. ഇത് ചോദിച്ചേക്കാം, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് GST കൗൺസിൽ, അല്ലെങ്കിൽ റൈറ്റ് എ നോട്ട് ഓൺ GST കൗൺസിൽ, അങ്ങനെയൊക്കെ ചോദിക്കാം. ഇപ്പോൾ GST കൗൺസിൽ ഈസ് ആൻ അപെക്സ് മെമ്പർ കമ്മിറ്റി ടു മോഡിഫൈ, റിക്കൺസിൽ ഓർ ടു പ്രൊക്യൂർ എനി ലോ or regulation based on the context of goods and services tax in India. അപ്പോൾ ഇന്ത്യയിൽ ഈ ഒരു GST അതിൻ്റെ കോണ്ടെക്സ്റ്റിൽ അതുമായി ബന്ധപ്പെട്ട റൂൾസ് അല്ലെങ്കിൽ റെഗുലേഷൻസ് ഇതെല്ലാം തന്നെ മോഡിഫൈ ചെയ്യാനും അത് റിക്കൺസിൽ ചെയ്യാനും അത് പ്രൊക്യൂർ ചെയ്യാനും ഒക്കെയുള്ള ഒരു അപെക്സ് മെമ്പർ കമ്മിറ്റിയാണ് ഈ GST കൗൺസിൽ എന്നുള്ളത്. ദിസ് കൗൺസിൽ ഈസ് ഹെഡഡ് ബൈ ദ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ അസിസ്റ്റഡ് വിത്ത് ദ ഫിനാൻസ് മിനിസ്റ്റേഴ്സ് ഓഫ് ഓൾ ദ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റിലെയും ഫിനാൻസ് മിനിസ്റ്റേഴ്സും അതുപോലെ തന്നെ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററും കൂടെ ഉള്ള ഒരു കൗൺസിലാണ് ഈ GST കൗൺസിൽ എന്ന് പറയുന്നത്. അതിൻ്റെ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററാണ് ഇതിൻ്റെ ഹെഡ് വരിക. അതോടൊപ്പം തന്നെ ബാക്കിയുള്ള പ്രധാന മെമ്പേഴ്സായിട്ട് വരുന്ന ആരാണ്? എല്ലാ സംസ്ഥാനത്തിലെയും ധനകാര്യമന്ത്രിമാർ ഇതിലെ മെമ്പേഴ്സായിട്ട് വരും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ പറയാറുള്ളത് ഇപ്പോൾ പെട്രോളിയം, അങ്ങനെ ഒരു ആരോപണമൊക്കെ വരാറുണ്ടല്ലോ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ പെട്രോൾ, ഡീസൽ തുടങ്ങിയവയെ GSTക്കകത്ത് ഉൾപ്പെടുത്തുമെന്ന് ഇപ്പോൾ പിന്നെ ഫിനാൻസ് മിനിസ്റ്റർ ഒരു അനൗൺസ്മെന്റ് ചെയ്യുകയുണ്ടായി. പക്ഷേ എത്രത്തോളം നടപ്പിലാവുന്നുള്ള കാര്യത്തിലൊക്കെ പല നിരീക്ഷകരും സംശയം ഉന്നയിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് GSTക്കകത്ത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും കിട്ടുന്ന നികുതി വരുമാനം വളരെ കുത്തനെ കുറയും. അപ്പോൾ അതിന് സ്റ്റേറ്റ്സും അതുപോലെ തന്നെ സെൻട്രൽ ഒന്നും താല്പര്യം കാണിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് അതിലെ നിരീക്ഷണം കാണാൻ പറ്റുന്നത് നമുക്ക്. ഓക്കെ, അപ്പോൾ അതെന്തായാലും അത് പോട്ടെ. അപ്പോൾ ഇത്ര നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമുള്ളൂ. GST കൗൺസിലിലെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററും എല്ലാ സംസ്ഥാനത്തെയും ആരാണ്? ഫിനാൻസ് മിനിസ്റ്റേഴ്സാണ്. അപ്പോൾ ഇവർ ഒത്തൊരുമിച്ചുകൊണ്ട് ഒരു തീരുമാനം എടുത്താൽ പെട്രോളിയം പ്രോഡക്ട്സ് അതിനകത്ത് ഉൾപ്പെടുത്താൻ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. പക്ഷെ അത് ചെയ്യുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി അത് പോട്ടെ. GST കൗൺസിൽ ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, ക്രിയേറ്റഡ് ഫോർ ടേക്കിംഗ് പോളിസി ഡിസിഷൻസ് about introduction and implementation of GST, including about exemptions, tax rates and tax credits. അതായത് ടാക്സിൽ നിന്ന് ഏതെല്ലാം ഒഴിവാക്കണം, ടാക്സ് റേറ്റ് എന്താണ്, ടാക്സ് ക്രെഡിറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോളിസി ഡിസിഷൻസ് എല്ലാം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനും ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനും വേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ഈ GST കൗൺസിൽ. ഇറ്റ് വിൽ ഹാവ് റെപ്രസെൻറ്റേഷൻ ഫ്രം ദ സെൻട്രൽ ആസ് വെൽ ആസ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ്. അതൊന്ന് മനസ്സിലാക്കി. സ്റ്റേറ്റ് ഗവൺമെന്റ്സിൽ നിന്നും സെൻട്രൽ ഗവൺമെന്റിൽ നിന്നുള്ള റെപ്രസെൻറ്റേഷൻ ഇതിലുണ്ടായിരിക്കും. പിന്നെ ഇതിന്റെ കോറത്തെ പറ്റി മനസ്സിലാക്കാനുള്ളത്, കോറം ഈസ് 1/2 ഓഫ് ദ ടോട്ടൽ മെമ്പേഴ്സ് ഓഫ് ദ കൗൺസിൽ. മൊത്തം കൗൺസിലിന്റെ മൊത്തം മെമ്പേഴ്സിന്റെ പകുതിയാണ് ഇതിന്റെ കോറം. അതായത് പകുതി ഉണ്ടെങ്കിൽ അവർക്ക് മീറ്റിംഗ് അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുള്ളൂ. എവറി ഡിസിഷൻ ഓഫ് ദ കൗൺസിൽ വിൽ ബി ടേക്കൺ അറ്റ് എ മീറ്റിംഗ് ബൈ എ മെജോറിറ്റി ഓഫ് നോട്ട് ലെസ് ദാൻ 3/4 ഓഫ് ദ വെയ്റ്റഡ് വോട്ട്സ് ഓഫ് ദ മെമ്പേഴ്സ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ്.
ഓക്കെ, അപ്പോൾ അവർ ഇതിൻ്റെ ഒരു കാര്യം പറയുന്നുണ്ട് അവിടെ. ഈ GST കൗൺസിൽ ഡിസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ മീറ്റിംഗ് വിളിക്കണം. ആ മീറ്റിങ്ങിൽ തന്നെ മൂന്നിൽ കുറയാത്ത, 4 ഭാഗത്തിൽ നാലിൽ മൂന്നിൽ കുറയാത്ത അത്രത്തോളം എന്ത് വേണം, അതായത് ഒരു 75% കുറയാത്ത എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അത് ആളുകളുടെ പ്രസന്റ് ആയിട്ടുള്ള ആളുകളുടെ വോട്ട്സ് അതിന് ആവശ്യമാണ്. ആ മീറ്റിങ്ങിൽ ഒരു തീരുമാനം പാസ്സാക്കണം എന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ 75 ആണ്. 4/3 ഭാഗത്തിൻ്റെ സമ്മതം ആവശ്യമാണ്. ഇതാണ് അതുമായി ബന്ധപ്പെട്ട ആമുഖമായിട്ട് മനസ്സിലാക്കാനുള്ളത്. പിന്നെ അതിൻ്റെ മെമ്പേഴ്സിനെ പറ്റി പറഞ്ഞു, നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ദ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ വിൽ ബി ദ ചെയർപേഴ്സൺ. ഇതിൻ്റെ ചെയർപേഴ്സൺ വരെ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കും. പിന്നെ മെമ്പർ എന്ന നിലക്ക് സ്റ്റേറ്റ്സിലെ റവന്യൂ അല്ലെങ്കിൽ ഫിനാൻസ് ചാർജുള്ള എല്ലാ മിനിസ്റ്റേഴ്സും അതിൽ മെമ്പേഴ്സ് ആയിരിക്കും. പിന്നെ the minister in charge of finance or taxation or any other minister nominated by each state government as members. മിനിസ്റ്റർ അല്ലെ ഫിനാൻസ് അല്ലെങ്കിൽ ടാക്സേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് മിനിസ്റ്റർ സ്റ്റേറ്റ് ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്ന ആള് അതിലുണ്ടായിരിക്കും എന്നുള്ളതാണ്. പിന്നെ മനസ്സിലാക്കാനുള്ളത് ഇവരുടെ ഫങ്ഷൻസ് ആണ്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് GST കൗൺസിൽ? The council makes recommendations to the union and states on, അതായത് ഈ കൗൺസിൽ കേന്ദ്രത്തിനും അതുപോലെ സ്റ്റേറ്റ്സിനും റെക്കമെൻഡേഷൻസ് നൽകുന്നു. താഴെ പറയുന്ന ഈ കാര്യങ്ങളിലെല്ലാം അവർ സർക്കാരിന് വേണ്ട റെക്കമെൻഡേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. അത് തന്നെയാണ് ഇവിടെ ഫംഗ്ഷൻ. അതിൽ ഒന്നാമത് വരുന്നത് എന്തൊക്കെയാണ്? ടാക്സ് അല്ലെങ്കിൽ സെസ്സസ് ആൻഡ് സർചാർജസ് ലെവിഡ് ബൈ ദ യൂണിയൻ, ദ സ്റ്റേറ്റ്സ് ആൻഡ് ദ ലോക്കൽ ബോഡീസ് വിച്ച് മേ ബി സബ്സ്യൂംഡ് ഇൻ ദ GST. അപ്പോൾ ടാക്സുകളും സെസ്സുകളും സർചാർജുകളും യൂണിയൻ ഗവൺമെൻറ്റും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും ലോക്കൽ ബോഡീസും ചുമത്തിയിരുന്ന ഇതെല്ലാം തന്നെ അത് GSTയിൽ ലയിപ്പിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ റെക്കമെൻഡേഷൻ നൽകുക. പിന്നെ ദ ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് മേ ബി സബ്ജക്റ്റ് ടു ഓർ എക്സംപ്റ്റഡ് ഫ്രം ദ GST. ഏതൊക്കെ സാധന സേവനങ്ങളാണ് GST ബാധകമായിട്ടുള്ളത്, GSTയിൽ നിന്ന് ഒഴിവാക്കേണ്ടത് ഏതെല്ലാം, അതുമായി ബന്ധപ്പെട്ട റെക്കമെൻഡേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. ഇങ്ങനെയാണ് എല്ലാ പോയിന്റ്സും മനസ്സിലാക്കേണ്ടത്. പിന്നെ മോഡൽ GST ലോ, പ്രിൻസിപ്പിൾസ് ഓഫ് ലെവി, അതുപോലെ തന്നെ അപ്പോർഷൻമെന്റ് ഓഫ് IGST ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ദാറ്റ് ഗവേൺ ദ പ്ലേസ് ഓഫ് സപ്ലൈ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മോഡൽ GST ലോ കൊണ്ടുവരാം. ഇതിപ്പോൾ അവിടെ ഫങ്ഷൻസ് ആയിട്ടാണ്. ഇതൊക്കെ പലതും ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ ലെവിയുടെ പ്രിൻസിപ്പിൾസ് കൊണ്ടുവരണം. പിന്നെ IGST എങ്ങനെ അപ്പോർഷൻ ചെയ്യണം, പിന്നെ പ്ലേസ് ഓഫ് സപ്ലൈയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെ, തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ അവർ ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുന്നു, റെക്കമെൻഡേഷൻസ് കൊടുക്കുന്നു. പിന്നെ ത്രഷോൾഡ് ലിമിറ്റ് ഓഫ് ടേൺ ഓവർ ബിലോ വിച്ച് ദ ഗുഡ്സ് ആൻഡ് സർവീസസ് മേ ബി എക്സംപ്റ്റഡ് ഫ്രം GST. ആ ത്രഷോൾഡ് ലിമിറ്റ് ഓഫ് ടേൺ ഓവർ എന്ന് പറയുമ്പോൾ അതിനൊരു ഇത്ര രൂപ, അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട പോലെ 1.5 കോടി രൂപ എന്നൊക്കെ നമ്മൾ കണ്ടല്ലോ. അപ്പോൾ സ്മോൾ ടാക്സ് പേയേഴ്സിൻ്റെ കേസിൽ കോമ്പോസിഷൻ ലെവി സ്കീമിൻ്റെ, അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ലിമിറ്റാണ്, അതാണ് ഈ ത്രഷോൾഡ് ലിമിറ്റ് ഓഫ് ടേൺ ഓവർ എന്ന് പറയാം. അപ്പോൾ അത് നമ്മൾ ഫിക്സ് ചെയ്യും. അതിൻ്റെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ അത് ഏതിൽ വരില്ല, GSTയുടെ ആ കേസിലല്ല പറഞ്ഞു കേട്ടോ. അങ്ങനെ ഒരു എമൗണ്ട് ഫിക്സ് ചെയ്യും. ആ എമൗണ്ടിന് താഴെ വന്നാൽ അത് GST അടക്കുന്നതിൽ നിന്നും എക്സംപ്റ്റ് ചെയ്യപ്പെടുന്നു. അപ്പം അങ്ങനെയുള്ള ആ ഒരു തുക എത്രയാണെന്നുള്ളത് തീരുമാനിക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഇവരാണ്. പിന്നെ ദ റേറ്റ്സ് ഇൻക്ലൂഡിങ് ഫ്ലോർ റേറ്റ്സ് വിത്ത് ബാൻഡ്സ് ഓഫ് GST. ഫ്ലോർ റേറ്റ്, തറ വിലകളുണ്ടല്ലോ, ഫ്ലോർ റേറ്റ്സ് എന്ന് പറയും. അതെല്ലാം തന്നെ ഡിസൈഡ് ചെയ്യാം. പിന്നെ ഇനി സ്പെഷ്യൽ റേറ്റ് ഓർ റേറ്റ്സ് ഫോർ എ സ്പെസിഫൈഡ് പീരീഡ്, ഒരു ഏതെങ്കിലും റേറ്റോ അല്ലെങ്കിൽ പലതരത്തിലുള്ള റേറ്റുകളോ നിശ്ചിത കാലഘട്ടത്തേക്ക് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തീരുമാനമെടുക്കുക. ടു റൈസ് അഡീഷണൽ റിസോഴ്സസ് ഡ്യൂറിങ് എനി നാച്ചുറൽ കലാമിറ്റി ഓർ ഡിസാസ്റ്റർ. അതായത് രാജ്യത്ത് എന്തെങ്കിലും ഒരു ആപത്തോ ഒരു അപകടമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയും മറ്റും അഡീഷണലായിട്ട് ടാക്സ് കളക്ഷൻ ഗവൺമെൻറ് ചിലപ്പോൾ ചെയ്തേക്കും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അതിൻ്റെ റേറ്റ് എത്രയായിരിക്കണം തുടങ്ങിയുള്ള കാര്യങ്ങളിലൊക്കെ ഗവൺമെൻറ്റിന് റെക്കമെൻഡേഷൻ കൊടുക്കുക. പിന്നെയുള്ളത് സ്പെഷ്യൽ പ്രൊവിഷൻസ് ആണ് വിത്ത് റെസ്പെക്ട് ടു സ്റ്റേറ്റ്സ്. ഈ നേരത്തെ പറഞ്ഞ പ്രത്യേക കൺസിഡറേഷൻ കിട്ടുന്ന നോർത്തേൺ സ്റ്റേറ്റ്സ് ഒക്കെ ഉണ്ട്. അവരുടെ കാര്യത്തിലുള്ള പ്രത്യേക പ്രൊവിഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പറ്റിയുള്ള റെക്കമെൻഡേഷൻസ് നൽകുക. പിന്നെ GSTയുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ ഈ കൗൺസിൽ ഡിസൈഡ് ചെയ്യുന്ന കാര്യങ്ങളിൽ അവർ റെക്കമെൻഡേഷൻസ് ഒക്കെ നൽകുന്നു, അല്ലെങ്കിൽ അവർ തീരുമാനങ്ങളും ഗൈഡ് ലൈൻസും ഒക്കെ കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദീസ് ആർ ദ ഫങ്ഷൻസ് ഓഫ് GST കൗൺസിൽ. പിന്നെ നമുക്കിനി ലാസ്റ്റ് മനസ്സിലാക്കാനുള്ളത് HSN കോഡാണ്. HSN ഇതിപ്പോൾ കഴിഞ്ഞ വർഷം ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരുന്നതാണ്. അതിൻ്റെ ഫുൾ ഫോം ചോദിച്ചിരുന്നത് HSN. അപ്പോൾ HSN കോഡ് സ്റ്റാൻഡ്സ് ഫോർ എന്താണ്? ഹാർമോണൈസ്ഡ് സിസ്റ്റം ഓഫ് നോമൻക്ലാച്ചർ എന്ന് പറയും. ഈ നോമൻക്ലാച്ചർ എന്ന് പറയുമ്പോൾ നമ്മളൊരു പേര് ഒക്കെ ചൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്.
അതിനാണ് നമ്മൾ നോമൻക്ലാച്ചർ എന്ന് പറയാം. അപ്പോൾ ഇവിടെ the system has been introduced for the systematic classification of goods all over the world. അപ്പോൾ ലോകത്താകമാനം ട്രേഡ് ചെയ്യപ്പെടുന്ന, അപ്പോൾ ഇറക്കുമതി കയറ്റുമതി ഒക്കെ ചെയ്യപ്പെടുന്ന സാധനങ്ങളുണ്ട്, ഗുഡ്സ് ഉണ്ട്. ആ ഗുഡ്സിന് അതിൻ്റെ കൈമാറ്റവും മറ്റും എളുപ്പത്തിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കോഡിംഗ് സമ്പ്രദായമുണ്ട്. ആ കോഡിംഗ് സമ്പ്രദായത്തിനാണ് ഈ HSN എന്ന് പറയുന്നത്. ഓക്കെ, HSN എന്ന് പറയുന്ന ഒരു കോഡാണ്. അപ്പോൾ HSN കോഡ് ഈസ് എ 6-digit യൂണിഫോം കോഡ്, 6 അക്ക യൂണിഫോം കോഡാണ്. ദാറ്റ് ക്ലാസിഫൈസ് 5000+ പ്രോഡക്ട്സ് ആൻഡ് ഈസ് ആക്സെപ്റ്റഡ് വേൾഡ് വൈഡ്. അതായത് 5000-ഓളം ഉൽപ്പന്നങ്ങളെ ഈ കോഡ് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വേൾഡ് കസ്റ്റംസ് ഓർഗനൈസേഷൻ അവര് ഈ കോഡ് കൊടുത്തുകൊണ്ട് ഓൾറെഡി ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഈ വസ്തുക്കൾ അങ്ങോട്ട് പല രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപാടുകൾ നടത്തുമ്പോൾ ഏത് വസ്തുക്കളാണ് ഇടപാട് നടത്തുന്നത് എന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഇങ്ങനെയുള്ളൊരു കോഡ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ആൻഡ് വിച്ച് വാസ് കെയിം ഇൻ ടു എഫക്റ്റ് ഫ്രം 1988 ആണ്. അന്ന് മുതൽ അതുണ്ട്, 1988 മുതലുണ്ട്. ഇന്ത്യയിൽ ഇതിനോട് പുറമെ കസ്റ്റംസ് ആൻഡ് സെൻട്രൽ എക്സൈസ് ആഡഡ് 2 more digits. നിലവിൽ 6 അക്കമാണ് ഉള്ളത്. പക്ഷേ ഇന്ത്യയിൽ അത് നമ്മൾ GST-യുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് 2 അക്കം കൂടെ അതിലേക്ക് കൂട്ടുകയുണ്ടായി. ടു മേക്ക് ദ കോഡ്സ് മോർ പ്രിസൈസ് റിസൾട്ടിങ് ഇൻ ആൻ 8-digit ക്ലാസിഫിക്കേഷൻ. അപ്പോൾ നമുക്കിവിടെ ഉള്ളത് 8 digit വരുന്ന ഒരു ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ GST ഇടപാടുകൾ നടത്തുമ്പോൾ നമുക്ക് ഇൻവോയ്സ് ഉണ്ടാവുമല്ലോ, ഈ ഇൻവോയ്സിൽ ഈ HSN കോഡ് കാണിച്ചിരിക്കണം. അതായത് ഏത് പ്രോഡക്റ്റാണ് ഇവർ സപ്ലൈ ചെയ്യുന്നത് എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻവോയ്സിൽ എന്ത് കാണിച്ചിരിക്കണം, HSN കോഡ് കാണിക്കണം. HSN കോഡ് എന്ന് പറയുമ്പോൾ ഒരു ഏത് വസ്തുവാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് കാണിച്ചിരിക്കണം എന്നുള്ളതാണ്. ഇനി അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. സ്ട്രക്ചർ ഓഫ് HSN കോഡ് ഇൻ ഇന്ത്യ. നമ്മൾ പറഞ്ഞു 2, 4, 6, 8, 62, 13, 90, 10, 4, മൊത്തത്തിൽ 8 അക്കങ്ങളായല്ലോ. അപ്പം ഇത് എന്തിൻ്റെ കോഡാണ്? ഹാൻഡ് കർച്ചീഫ്സ് മെയ്ഡ് ഫ്രം എ മാൻ മെയ്ഡ് ഫൈബർ. മാൻ മെയ്ഡ് ഫൈബറിൽ നിന്ന് ഉണ്ടാക്കുന്ന ഹാൻഡ് കർച്ചീഫിൻ്റെ കോഡാണ് ഇത്. 62, 13, 90, 10. അപ്പോൾ ഇതിൽ 62 എന്താണ് മീൻ ചെയ്യുന്നത്? ചാപ്റ്റർ 62 എന്ന് പറയുന്നത് ഈ ചാപ്റ്ററിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നില്ല, റൂൾസ്. ആ ചാപ്റ്റർ നമ്പറാണ് 62. അപ്പോൾ 62ാമത്തെ ചാപ്റ്ററിൽ 13ാമത്തെ ഹെഡിങ്ങിൽ 90ാമത്തെ സബ് ഹെഡിങ്ങിൽ 10ാമത് വരുന്ന താരിഫ് ഐറ്റമാണ് ഈ കച്ചവടം ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആ 10ാമത്തെ താരിഫ് ഐറ്റമായിട്ട് നമ്പർ ചെയ്തിട്ടുള്ള ഏതായിരിക്കും? ഈ ഹാൻഡ് കർച്ചീഫ് ആയിരിക്കും. അപ്പോൾ റെഫറൻസ് ഇങ്ങനെ എളുപ്പത്തിൽ കിട്ടും നമുക്ക്. അപ്പോൾ ഇതാണ് ഈ ഒരു കോഡിങ്ങിൻ്റെ രീതി. 62, 13, 90, 10 എന്ന് പറയുമ്പോൾ ഒരു യുണീക്ക് നമ്പറാണത്. ഇനി 10 എന്ന് പറയുന്ന നമ്പറിൽ വേറെ ഇല്ല. ഓക്കെ, ഇനി 11, 12 അങ്ങനെ വരാം. അപ്പോൾ ഐറ്റം മാറും ചെയ്യും. അപ്പോൾ ഈ ലാസ്റ്റ് നമ്പറാണ് ആ ഐറ്റത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം അങ്ങനെ ചാപ്റ്റർ നമ്പറും ഹെഡിങ് നമ്പറും സബ് ഹെഡിങ് നമ്പറും ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഇനി SAC ആണ്. SAC HSN പോലെയുള്ള സാധനം തന്നെയാണ്. ഇത് സർവീസ്, അത് ഗുഡ്സിൻ്റെ കേസിലാണ്, ഇത് സർവീസിൻ്റെ കേസിലാണ്. അപ്പോൾ SAC എന്ന് പറയുമ്പോൾ എന്താണ്? സർവീസസ് അക്കൗണ്ടിങ് കോഡാണ്. സർവീസസ് അക്കൗണ്ടിങ് കോഡ്. കോഡ്സ് ഫോർ സർവീസസ് ആർ കോൾഡ്. അപ്പോൾ സിമ്പിളായിട്ട് മനസ്സിലാക്കാം. കോഡ്സ് ഫോർ സർവീസസ്, മറ്റേ ഗുഡ്സിനായിരുന്നു. അപ്പോൾ കോഡ്സ് ഫോർ സർവീസസ് ആർ കോൾഡ് സർവീസസ് അക്കൗണ്ടിങ് കോഡ് SAC. ഒരു എക്സാമ്പിൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ലീഗൽ ഡോക്യുമെന്റേഷൻ ആൻഡ് സർട്ടിഫിക്കേഷൻ സർവീസസ് കൺസേണിംഗ് പാറ്റൻസ്, കോപ്പിറൈറ്റ്സ് ആൻഡ് അതർ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. അപ്പോൾ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, കോപ്പിറൈറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ ലീഗൽ ഡോക്യുമെന്റേഷനും സർട്ടിഫിക്കേഷനും ആണ് ആ ഒരു സർവീസ്. ലീഗൽ ഡോക്യുമെന്റേഷൻ ആൻഡ് സർട്ടിഫിക്കേഷൻ സർവീസസ് ആണ്. പാറ്റന്റും കോപ്പിറൈറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ കോഡ് 998213 അറക്കം 998213 ആണ്. അപ്പോൾ അതിലെന്ത് സൂചിപ്പിക്കുന്നു? 99 റെപ്രസെന്റ് ചെയ്യുന്ന എന്താണ്? അത് എല്ലാ സർവീസുകൾക്കും കോമൺ ആണ്. അപ്പോൾ അത് സർവീസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന സാധനമാണ് 99. രണ്ടാമത്തത് നെക്സ്റ്റ് 2 digits 82 റെപ്രസെന്റ് ദ മേജർ നേച്ചർ ഓഫ് സർവീസ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് ഇത് ലീഗൽ സർവീസ് ആണ്. കാരണം ഇവിടെ ലീഗൽ ഡോക്യുമെന്റേഷൻ ആൻഡ് സർട്ടിഫിക്കേഷൻ ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അത് ലീഗൽ സർവീസ് എന്ന കാറ്റഗറിയിലാണ് വരിക. അപ്പോൾ 82 കണ്ടാൽ അത് മനസ്സിലാക്കാം. അപ്പോൾ 99 കണ്ടാൽ സർവീസ് ആണ്, 82 കണ്ടാൽ അത് ലീഗൽ സർവീസ് ആണ്. ലീഗലിൽ ഏതാണ്? 13 ആണ്. 13 എന്താ വരുന്നത്? റെപ്രസെന്റ് ഡീറ്റെയിൽഡ് നാച്ചർ ഓഫ് സർവീസ്. അതായത് ഈ ഡീറ്റെയിൽഡ് നാച്ചർ നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് ഈ 13 പറയുന്ന അക്കം. അതായത് ലീഗൽ ഡോക്യുമെന്റേഷൻ ഫോർ പാറ്റൻസ് എന്ന ഭാഗമാണ്
13 എന്ന ആ നമ്പറിൽ, സീരിയൽ നമ്പറിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്കത് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിൽ മനസ്സിലാക്കാനുള്ളത്. ഇതോടുകൂടെ ഈ ചാപ്റ്റർ അവസാനിച്ചു. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് കുട്ടികൾക്കിടയിലൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ ഇതോടെ അവസാനിച്ചു. ബാക്കി നമുക്കിനി നെക്സ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.